നമസ്കാരം. പ്രധാന വാർത്തകൾ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്. സിപിഎം നേതാക്കൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് PMLA കോടതി. MLA AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ MP, തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവരടക്കമുള്ള മുഴുവൻ പ്രതികൾക്കും കോടതി സമൻസ് അയച്ചു. അടുത്ത മാസം 4-ന് കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. ഓപ്പറേഷൻ തൂഫാൻ. കുന്നംകുളത്ത് തിളച്ച ചോറിൽ 400 ഗ്രാം കഞ്ചാവ് ഒളിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. അടുപ്പുട്ടി സ്വദേശി തെങ്ങിൽ വീട്ടിൽ 40 വയസ്സുള്ള ബിനീഷിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ശക്തമായ കാറ്റിൽ വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ് ഉറങ്ങിക്കിടന്നിരുന്ന യുവാവിന് ദാരുണാന്ത്യം. മണലൂർ ഗോതമ്പ് റോഡിൽ താമസിക്കുന്ന മരംമുറി തൊഴിലാളിയായ തൃപ്പണത്ത് സുബ്രന്റെ മകൻ 28 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. വരവൂർ തളി നടുവട്ടത്തെ മാംസമാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ചേലക്കര MLA UR പ്രദീപ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ പ്ലാന്റിന് അനുകൂലമായി നൽകിയ റിപ്പോർട്ടിനെതിരായാണ് പുതിയ നീക്കം. പ്ലാന്റിനെതിരെ അന്വേഷണത്തിനായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ചെയർമാനും 4 മെമ്പർമാരും ചേർന്ന് സംഘത്തെ രൂപപ്പെടുത്തി അന്വേഷണവും ആരംഭിച്ചു. മലപ്പുറം തേഞ്ഞിപ്പാലം കോഹിനൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരണമടഞ്ഞ പന്നിത്തടം സ്വദേശികളായ ദമ്പതികൾക്ക് നാട് കണ്ണീർ യാത്രാമൊഴിയേകി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെ പന്നിത്തടം ജുമാ മസ്ജിദിലാണ് ഖബറടക്കം നടത്തിയത്. വാർത്തകൾ വിശദമായി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPM നേതാക്കൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് PMLA കോടതി. MLA AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ MP, തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവരടക്കമുള്ള പ്രതികൾ വിചാരണ നേരിടണമെന്ന് കോടതി. CPIM നേതാക്കളായ K രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, MM വർഗീസ് അടക്കമുള്ള മുഴുവൻ പ്രതികൾക്കും കോടതി സമൻസ് അയച്ചു. പ്രതിപട്ടികയിലെ 28 പേർക്കാണ് സമൻസ് അയച്ചത്. അടുത്ത മാസം 4-ന് കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നതെന്ന പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. CPM നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം 6 പേരെ പ്രതിയാക്കിയാണ് ആദ്യം പോലീസ് കേസെടുത്തത്. തുടക്കത്തിൽ 108 കോടിയുടെ തട്ടിപ്പായിരുന്നു സഹകരണ വകുപ്പ് കണ്ടെത്തിയത്. പിന്നീട് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിൽ 31 പ്രതികളാണുള്ളത്. ബാങ്കിന്റെ സെക്രട്ടറിയായിരുന്ന TR സുനിൽകുമാർ, മാനേജറായിരുന്ന ബിജു കരീം, ബിജുവിന്റെ ഭാര്യ ചീഫ് അക്കൗണ്ടന്റ് ആയിരുന്ന CK ജിൽസ, ജിൽസിന്റെ ഭാര്യ. ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞു പോകും. സംഘടനയെ തന്നെ കേസിൽ പ്രതിയാക്കുന്നത് അസാധാരണ സംഭവമാണ്. തീർച്ചയായിട്ടും ഒരു സംഘടനയെ പ്രതിയാക്കുന്നതിന് എന്ത് ന്യായമാണുള്ളത്? ഇതിനു മുകളിൽ കോടതിയുണ്ടല്ലോ, ഞങ്ങൾക്ക് ചോദിക്കാൻ അവസരമുണ്ട്. ആ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഞാൻ പറഞ്ഞതാണ്. സംഘടനയെ പ്രതിയാക്കുക എന്നുള്ള അപൂർവ സംഭവത്തിനും ED ഏതറ്റം വരെയും എന്തും ചെയ്യാൻ പോകും എന്നുള്ളൊരു സൂചനയാണ്. രാഷ്ട്രീയ ദാസ്യവേല ചെയ്യാൻ തയ്യാറാവുമെന്നുള്ളൊരു സൂചന. ED അന്വേഷണങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തും കേരളത്തിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ പുറകിൽ BJPയുടെ ഗവൺമെന്റ് ഇല്ലേ? ഒരു സുരേഷ് ഗോപി മാത്രമല്ല, സുരേഷ് ഗോപിയുടെ പങ്കുണ്ടാവും. ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവും. 1% താഴെയൊക്കെ അല്ലേ ഇതുവരെ എടുത്ത കേസുകളിൽ. അപ്പോൾ കേസെടുക്കുക എന്നുള്ളത് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തലാണ്. ആ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലുള്ള കേസല്ലേ കൊടകര കുഴൽപ്പണ കേസ്? ED അന്വേഷിക്കാൻ പറഞ്ഞതല്ലേ? EDയുടെ അന്വേഷണം എന്തായി? ED അന്വേഷിച്ചില്ലെന്ന് മാത്രമല്ല, ഓഫീസിൽ 9 കോടി രൂപ കൊണ്ടുവന്ന് വെച്ചു, ചാക്കിലാക്കി എന്ന് പറഞ്ഞ തിരൂർ സതീഷ്, BJPയുടെ ഓഫീസ് സെക്രട്ടറി, അയാളുടെ മൊഴി പോലും ഇതെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ തീർച്ചയായും ED രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയൊരു ഉപകരണമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവമായാലും കേരളത്തിലെ മറ്റു സംഭവവികാസങ്ങളും. ഓപ്പറേഷൻ തൂഫാൻ. കുന്നംകുളത്ത് തിളച്ച ചോറിൽ 400 ഗ്രാം കഞ്ചാവ് ഒളിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. അടുപ്പുട്ടി സ്വദേശി തെങ്ങിൽ വീട്ടിൽ 40 വയസ്സുള്ള ബിനീഷിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കുന്നംകുളത്ത് തിളച്ച ചോറിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് പ്രതിയെ പിടികൂടിയത്. ശനിയാഴ്ച രാവിലെ 9:30-നാണ് കേസിനാസ്പദമായ സംഭവം. അടുപ്പുട്ടി മേഖലയിൽ ഒരു വീട്ടിൽ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യവിവരം കുന്നംകുളം പോലീസിന് ലഭിക്കുകയായിരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം ഗുരുവായൂർ ഡാൻസ് ഓഫ് ടീമും കുന്നംകുളം പോലീസും ചേർന്ന് ഉടൻ തന്നെ പ്രതിയുടെ വീട്ടിലെത്തി പരിശോധന നടത്തുകയായിരുന്നു. വീടിന്റെ വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയെ തുടർന്ന് അടുക്കളയിലെ കുക്കറിന്റെ വിസിലടിക്കുന്ന ശബ്ദം ശ്രദ്ധയിൽപ്പെട്ട പോലീസിന്
കഞ്ചാവിന്റെ രൂക്ഷഗന്ധം അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് അടുക്കളയിലെത്തി പരിശോധിച്ചപ്പോഴാണ് അടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ചോറിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ 400 ഗ്രാം കഞ്ചാവ് സംഘം കണ്ടെത്തിയത്. സിനിമാ രംഗങ്ങളെ വെല്ലും വിധമായിരുന്നു പ്രതി കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത്. അറസ്റ്റിലായ ബിനീഷിനെതിരെ മുൻപും കേസുകൾ ഉണ്ടായിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടറെയും സംഘത്തെയും ആക്രമിക്കാൻ കത്തിവീശിയ കേസിലും ഇയാൾ പ്രതിയാണ്. പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ തുടർ നടപടികൾക്കായി കോടതിയിൽ ഹാജരാക്കും. ശക്തമായ കാറ്റിൽ വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ് ഉറങ്ങിക്കിടന്നിരുന്ന യുവാവിന് ദാരുണാന്ത്യം. മണലൂർ ഗോതമ്പ് റോഡിൽ താമസിക്കുന്ന മരം മുറി തൊഴിലാളിയായ തൃപ്പണത്ത് സുബ്രഹ്മണ്യന്റെ മകൻ 28 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. വീടുപണിയുടെ ഭാഗമായി വീടിനോട് ചേർന്ന് കെട്ടിയ ഓലഷെഡിൽ ഉറങ്ങാൻ കിടക്കുകയായിരുന്നു വിഷ്ണു. രാത്രിയുണ്ടായ ശക്തമായ കാറ്റിൽ പറമ്പിലുണ്ടായിരുന്ന മരം ഷെഡിന് മുകളിലേക്ക് ഒടിഞ്ഞു വീഴുകയായിരുന്നു. രാവിലെയാണ് വീട്ടുകാർ വിഷ്ണുവിനെ മരത്തിന്റെ അടിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് അന്തിക്കാട് പോലീസും നാട്ടികയിൽ നിന്ന് ഫയർഫോഴ്സും സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റിയെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കുടുംബം താമസിക്കുന്ന വീടിന് മുകളിലേക്ക് മരം ചാഞ്ഞു നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് വിഷ്ണുവിന്റെ മാതാവ് വള്ളിയമ്മയെ സമീപത്തെ വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നതിനാൽ ഇവർ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം സുധർമ്മൻ ചിരുകണ്ടത്ത്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VN സുർജിത്ത് എന്നിവർ സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കാറപകടത്തെ തുടർന്ന് 1 വർഷമായി ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. കുന്നംകുളം കാണിയാമ്പാൽ സ്റ്റുഡൻസ് റോഡിൽ എരിവിൽ 58 വയസ്സുള്ള ലക്ഷ്മണനാണ് മരിച്ചത്. 2025 മെയ് 27-നുണ്ടായ കാറപകടത്തെ തുടർന്ന് ശരീരം തളർന്ന് വിവിധ ആശുപത്രികളിലായി ചികിത്സയിലായിരുന്നു. പരേതരായ ചോഴി ഉണ്ണൂലി ദമ്പതികളുടെ മകനാണ്. ശൈലജ ഭാര്യയും ആതിര, അക്ഷയ് എന്നിവർ മക്കളുമാണ്. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. മലപ്പുറം തേഞ്ഞിപ്പാലം കോഹിനൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരണമടഞ്ഞ പന്നിത്തടം സ്വദേശികളായ ദമ്പതികൾക്ക് നാട് കണ്ണീർ യാത്രാമൊഴിയേകി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെ പന്നിത്തടം ജുമാ മസ്ജിദിലാണ് ഖബറടക്കം നടത്തിയത്. പന്നിത്തടം നീണ്ടൂർ കോട്ടപ്പുറത്ത് വീട്ടിൽ ഇബ്രാഹിമിന്റെ മകൻ ഷാഫിദ്, ഭാര്യ ഷഹീന, ഇവരുടെ ബന്ധു ചങ്ങരംകുളം ആലങ്കോട് സ്വദേശി ജഹാന എന്നിവരാണ് വ്യാഴാഴ്ച രാത്രിയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്ക് ഇടിച്ചുകയറിയായിരുന്നു അപകടം. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിവരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. പ്രവാസിയായ ഷാഹിദ് 2 ആഴ്ച മുമ്പാണ് നാട്ടിലെത്തിയത്. ബന്ധുക്കളോടൊത്ത് 2 കാറുകളിലായാണ് വിനോദയാത്രയ്ക്ക് പോയത്. കോഴിക്കോട് ബീച്ച് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കണ്ട് മടങ്ങിവരുന്ന വഴിയാണ് അപകടമുണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കനത്ത മഴയാണ് അപകടത്തിനിടയാക്കിയത്. നിയന്ത്രണം വിട്ട കാർ ലോറിക്കടിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാർ പൂർണ്ണമായും തകർന്നു. പോലീസും ഫയർഫോഴ്സും മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് 3 പേരെയും പുറത്തെടുത്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇവരുടെ മക്കൾ ബന്ധുക്കളോടൊപ്പം പുറകിലുണ്ടായിരുന്ന കാറിലായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മേൽ നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ആദ്യം ചങ്ങരംകുളം ആലങ്കോടുള്ള വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. ജഹാനയുടെ ഖബറടക്കം ആലങ്കോട് നടത്തി. ഇതിനുശേഷമാണ് ഷാഹിദിന്റെയും ഷഹീനയുടെയും മൃതദേഹങ്ങൾ നീണ്ടൂരിലെ വീട്ടിലെത്തിച്ചത്. AC മൊയ്തീൻ MLA, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പൊതുപ്രവർത്തകരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. കനത്ത മഴയെ തുടർന്ന് ദേശീയപാത 66 തിരുവത്ര മേഖലയിൽ സർവീസ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ പെയ്ത മഴയിലാണ് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായത്. തിരുവത്ര സൈഫുള്ള റോഡിന് സമീപവും അത്താണി കിഴക്ക് സർവീസ് റോഡിലുമാണ് വെള്ളക്കെട്ട് മൂലം ഏറെ ബുദ്ധിമുട്ടിലായത്. ഇരുചക്ര വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. അത്താണി കിഴക്ക് നിരവധി വീട്ടുപറമ്പുകളിലേക്കും വെള്ളം കയറി, ചില വീടുകളിലേക്കും വെള്ളം കയറുന്ന സ്ഥിതിയാണ്. കഴിഞ്ഞ വർഷം മുതൽ ഇവിടത്തുകാർ ഈ ദുരിതം അനുഭവിക്കുകയാണ്. ദേശീയപാത അധികൃതർ കാന നിർമ്മിച്ചെങ്കിലും ഇതിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നില്ല. അത്താണിയിൽ കാനയിൽ നിന്ന് വലിയ രീതിയിൽ മുകളിലേക്ക് വെള്ളം കയറുന്നതാണ് വെള്ളക്കെട്ടിന് കാരണം. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. വരവൂർ തളി നടുവട്ടത്തെ മാംസമാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ചേലക്കര MLA UR പ്രദീപ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചതോടെയാണ് പ്രദേശവാസികൾ ദുരിതത്തിലായത്. ഹൈക്കോടതി ഉത്തരവിന്റെ മറവിൽ നാട്ടുകാരുടെ ജീവനും ആരോഗ്യത്തിനും യാതൊരു വിലയും നൽകാതെയാണ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. പ്ലാന്റിൽ നിന്നുള്ള അസഹനീയമായ ദുർഗന്ധം കാരണം വീടുകളിലും സമീപത്തുള്ള ആരാധനാലയങ്ങളിലും ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്.
കോടതിയെയും പഞ്ചായത്തിനെയും തെറ്റിദ്ധരിപ്പിച്ചാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിരിക്കുകയാണ്. സ്ഥലത്തെത്തിയ MLA പ്ലാന്റിന്റെ പ്രവർത്തനം മനസ്സിലാക്കിയതിനെ തുടർന്ന് പ്ലാന്റ് നിർത്തിവെക്കാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകി. തുടർന്ന് അന്വേഷണത്തിനെത്തിയ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ പ്ലാന്റിന് അനുകൂലമായി നൽകിയ റിപ്പോർട്ടിനെതിരായി MLA UR പ്രദീപ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് അതിന് കോടതി മുഖാന്തരം വന്ന് കോടതി വിധി സംഭവത്തോടുകൂടിയാണ് അതിൻ്റെ പ്രവർത്തന അനുമതി അവർ നേടിയെടുത്തത്. ഇതിലൊരു മണം വരാത്ത രീതിയിലാണ് കോടതിക്ക് ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് കോടതി അതിന് അനുവാദം കൊടുത്തിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെയും ജനങ്ങളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് അർബൻ വിങ്സ് എന്ന ഈ സ്ഥാപനം ഈ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 100% സത്യമായിരിക്കും. അപ്പോൾ അത് ഏതായാലും ഈ സംരംഭകർക്കെതിരല്ല ഞങ്ങൾ. സംരംഭം നടക്കട്ടെ, പക്ഷേ സംരംഭം ഇത് നടക്കട്ടെ എന്ന് ഇവിടെ നടക്കട്ടെ എന്ന് ഞങ്ങൾക്ക് ഒരിക്കലും സമ്മതിക്കാൻ കഴിയില്ല. അത് അത്രമാത്രം പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മറ്റേതെങ്കിലും നല്ല സ്ഥലം കണ്ടെത്തി അവിടുന്ന് മാറ്റണം എന്നാണ് ഞങ്ങളെല്ലാവരുടെയും ആവശ്യം. ആ ആവശ്യം നടക്കുന്നവരെ ഞങ്ങൾ ഇതിനൊപ്പം ഉണ്ടാവും. അതേസമയം പ്ലാന്റിനെതിരെ അന്വേഷണത്തിനായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ചെയർമാനും 4 മെമ്പർമാരും ചേർന്ന സംഘത്തെ രൂപപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായ മഴ വരവൂർ പാലക്കൽ ഭഗവതി ക്ഷേത്രകുളത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താണു. കരിങ്കൽ ഉപയോഗിച്ച് നിർമ്മിച്ച കുളത്തിന്റെ തെക്കുഭാഗത്തെ സംരക്ഷണ ഭിത്തിയാണ് പൂർണ്ണമായും കുളത്തിലേക്ക് ഇടിഞ്ഞിറങ്ങിയത്. മഴ കനത്തതോടെ മണ്ണിലേക്ക് വെള്ളമിറങ്ങി ഭിത്തിയുടെ അടിത്തറ ഇളകിയതാണ് തകർച്ചയ്ക്ക് കാരണം. വലിയ തോതിൽ കരിങ്കല്ലും മണ്ണും കുളത്തിലേക്ക് പതിച്ചിട്ടുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകൾക്കും ഭക്തരുടെ ഉപയോഗത്തിനുള്ള പ്രധാന ജലാശയമാണിത്. സംരക്ഷണ ഭിത്തി തകർന്നത് കുളത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയായിരിക്കുകയാണ്. ഗുരുവായൂർ നഗരസഭ പൂക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കും ഗുരുവായൂർ നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കും ലാബ് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ്, ആശാപ്രവർത്തക എന്നീ ഒഴിവുകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ്, ബയോഡാറ്റ, അനുഭവ പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയോടൊപ്പം ഉള്ള അപേക്ഷ ജൂൺ 15-ന് 3 മണിക്ക് മുമ്പായി പൂക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. അപേക്ഷകർ ജൂൺ 19-ന് രാവിലെ 10 മണിക്ക് ഗുരുവായൂർ ലൈബ്രറി ഹാളിൽ ഒറിജിനൽ രേഖകളുമായി ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04872 55 42 00 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ദേവാലയത്തിലെ സംയുക്ത ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. ഈശോയുടെ തിരുഹൃദയത്തിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ മറിയം ത്രേസ്യയുടെയും സംയുക്ത ഊട്ടുതിരുനാളാണ് ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിക്കുന്നത്. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് നവനാൾ തിരുകർമ്മങ്ങൾ നടന്നു. പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന തുടങ്ങിയ തിരുകർമ്മങ്ങളാണ് ദേവാലയത്തിൽ നടന്നത്. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഫാദർ പോൾ അറയ്ക്കൽ മുഖ്യ കാർമ്മികനായി ആഘോഷമായ പാട്ടുകുർബാന നടക്കും. ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ ജേക്കബ് തച്ചറാട്ടിൽ സഹകാർമ്മികനാകും. തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തിന് ശേഷം ഊട്ടുസദ്യയുടെ വെഞ്ചിരിപ്പും വിതരണവും ഉണ്ടാകും. തിരുനാൾ ആഘോഷത്തിന് വികാരി ഫാദർ ജാക്സൺ ചാലയ്ക്കൽ, കൈക്കാരന്മാരായ ജോയ് പാലയൂർ, വിൻസെന്റ് ചുങ്കത്ത്, ജനറൽ കൺവീനർ ഡേവിഡ് അതിയുന്തൻ, ജോയിന്റ് കൺവീനർമാരായ KC തോമസ്, ജോൺസൺ അറങ്ങാശ്ശേരി, ഊട്ട് കൺവീനർ ഫ്രാൻസിസ് പ്രിൻസ് അറങ്ങാശ്ശേരി, ഫിനാൻസ് കൺവീനർ വർഗീസ് കുണ്ടുകുളം, പബ്ലിസിറ്റി കൺവീനർ സിൻഡോ ചൂണ്ടൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിലെ ചെറിയ തിരുനാളായി കക്കാട് സെന്റ് ആനീസ് കപ്പേളയിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് കൊടിയേറി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ഡെയ്സൺ മുണ്ടോപ്പുറം തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. ജൂൺ 6 ശനി മുതൽ ജൂൺ 12 വെള്ളി വരെ രാവിലെ ഇടവക ദൈവാലയത്തിൽ വിശുദ്ധ കുർബാനയും നേർച്ച വിതരണവും, വൈകിട്ട് 6:30-ന് സെന്റ് ആന്റണീസ് കപ്പേളയിൽ ലതീഞ്ഞും നൊവേനയും നേർച്ച വിതരണവും ഉണ്ടാകും. തിരുനാൾ ദിനമായ ജൂൺ 13 ശനിയാഴ്ച രാവിലെ 6:30-ന് ഇടവക ദൈവാലയത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാനയും തുടർന്ന് കപ്പേളയിലേക്ക് ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് എഴുന്നള്ളിപ്പുമുണ്ടാകും. തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ അൽജോ കരേരക്കാട്ടിൽ നേതൃത്വം നൽകും. വൈകിട്ട് 6:30-ന് സെന്റ് ആന്റണീസ് കപ്പേളയിൽ ആരാധനയോടെ തിരുനാൾ വേസ്പറയും കുഞ്ഞന്തോണിമാരുടെ പ്രസിദ്ധന്തി വാഴ്ചയും ആഘോഷമായ തിരുശേഷിപ്പ് പ്രയാണവും വർണ്ണമഴയും നേർച്ച വിതരണവും ഉണ്ടാകും. തിരുനാളിനോടനുബന്ധിച്ച് കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആതുരാലയം സന്ദർശിച്ച് അവർക്കാവശ്യമായ സഹായങ്ങൾ ചെയ്യും. ചെറിയ തിരുനാൾ ആഘോഷങ്ങൾക്ക് ചെയർമാൻ ഫാദർ ഡെയ്സൺ മുണ്ടോപ്പുറം, ഡീക്കൻ ജോബിൻ നടക്കൽ CST, വൈസ് ചെയർമാൻമാരായ സുപ്പീരിയർ സിസ്റ്റർ ബെൻസി, കൈക്കാരന്മാരായ KL ലോയിഡ്, വർഗീസ് ആന്റണി, ജോഫി ജോസഫ്, ജനറൽ കൺവീനർ പേൾജൂബി ചുങ്കത്ത്, ജോയിന്റ് ജനറൽ കൺവീനർ ലില്ലി ആന്റണി, സബ് കമ്മിറ്റി കൺവീനർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും.
ഐക്യ ആർട്ട് ഫാമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ വർക്ക്ഷോപ്പിന് തുടക്കമായി കാണിപ്പയ്യൂർ ആസ്ഥാനമായുള്ള പ്രശസ്ത സാംസ്കാരിക സർഗാത്മക കേന്ദ്രമായ ഐക്യ ആർട്ട് ഫാം മാസ്റ്റർ ദി ആർട്ട് ഓഫ് ഇന്റർപ്രിറ്റേഷൻ എന്ന പേരിൽ 10 ദിവസത്തെ ദേശീയ തലത്തിലുള്ള വർക്ക്ഷോപ്പാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ജൂൺ 6 മുതൽ ജൂൺ 15 വരെയുള്ള ദിവസങ്ങളിൽ പ്രശസ്ത കലാ ചരിത്രകാരനും അക്കാദമിഷ്യനുമായ പ്രൊഫസർ ശിവാജി പണിക്കരാണ് വർക്ക്ഷോപ്പ് നയിക്കുന്നത്. സമകാലിക ദൃശ്യകലാരംഗത്ത് വിമർശനാത്മക ചിന്ത, സൗന്ദര്യാത്മക ധാരണ, പ്രൊഫഷണൽ കലാ എഴുത്ത് രീതികൾ എന്നിവ വളർത്തിയെടുക്കുക എന്നതാണ് വർക്ക്ഷോപ്പിന്റെ ലക്ഷ്യം. ശനിയാഴ്ച രാവിലെ ഐക്യ ആർട്ട് ഫാമിൽ നടന്ന ചടങ്ങിൽ ആർട്ട് ഫാം ഡയറക്ടർ ഡോക്ടർ ടി.പി. ബാബുരാജ് അധ്യക്ഷനായി. പ്രൊഫസർ ശിവാജി പണിക്കർ വർക്ക്ഷോപ്പിനെ കുറിച്ച് വിശദീകരിച്ചു. ചലച്ചിത്ര കലാ സംവിധായകൻ അജയൻ ചാലിശ്ശേരി മുഖ്യാതിഥിയായി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അനൂപ് ബാലൻ, സിനിമാ കോസ്റ്റ്യൂം ഡിസൈനർ ഫെമിന ജബ്ബാർ എന്നിവർ സംസാരിച്ചു. ഐക്യ ആർട്ട് ഫാം പ്രസിഡന്റ് ദീപക് പി വാങ്കഡെ, വൈസ് പ്രസിഡന്റ് ടി.പി. ബാബുരാജ്, ട്രഷറർ ഡോക്ടർ എൻ.എസ്. അജിത്ത്, കൾച്ചറൽ കോർഡിനേറ്റർ ടി.ആർ. സുനിൽ ലാൽ, അലേഖ്യ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകും. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ LD ക്ലർക്ക് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക ഒഴിവുണ്ട്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂൺ 10-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണിക്ക് അസൽ രേഖകളുമായി കൂടിക്കാഴ്ചയ്ക്ക് എത്തണമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. മാധ്യമപ്രവർത്തക ക്ഷേമ പദ്ധതികൾ കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ ആവശ്യത്തിൽ അനുകൂല നടപടികൾ എടുക്കുമെന്ന് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് കേരള ജേർണലിസ്റ്റ് യൂണിയൻ നൽകിയ 5-ന അവകാശ പത്രിക സർക്കാർ ഗൗരവമായി പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. KJU സംസ്ഥാന കമ്മിറ്റി നൽകിയ നിവേദനം സ്വീകരിച്ച ശേഷം യൂണിയൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. പ്രാദേശിക മാധ്യമപ്രവർത്തക ക്ഷേമനിധി, ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതി, വിവിധ സർക്കാർ കമ്മിറ്റികളിൽ പ്രാതിനിധ്യം നൽകുക, മാധ്യമപ്രവർത്തക സുരക്ഷയ്ക്കായി നിയമനിർമ്മാണം നടത്തുക, KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രാ പാസുകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നിവേദനത്തിലുണ്ടായിരുന്നത്. യൂണിയൻ മുഖമാസികയായ KJU ന്യൂസ് മുഖ്യമന്ത്രിക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി KC സ്മിജിൻ കൈമാറി. KJU സ്ഥാപക പ്രസിഡന്റ് കൂടിയായ മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറി റോയ് മാത്യൂസ്, പ്രസ് സെക്രട്ടറി CG കടയ്ക്കൽ എന്നിവരുമായും KJU ഭാരവാഹികൾ ചർച്ച നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി KC സ്മിജൻ, ട്രഷറർ EP രാജീവ്, ദേശീയ സമിതി അംഗം ബോബൻ B കിഴക്കേത്തറ, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സതീഷ് ചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി SP രാഗേഷ് എന്നിവരാണ് നിവേദക സംഘത്തിൽ ഉണ്ടായിരുന്നത്. വരവൂർ പഞ്ചായത്ത് ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിൽ പുതിയ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം ആഘോഷിച്ചു. ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ അധ്യക്ഷനായി. കുടുംബശ്രീ DMC അഭിജിത്ത് K ദീപക് മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PK യശോദ, NS സജീഷ്, TY അഷ്റഫ്, അംഗങ്ങളായ VP ബാപ്പുട്ടി, TMB വാത്തുകുട്ടി, KC ഷീല, VK പുഷ്പ, പ്രീതി ഷാജു, AM ഷംനാസ് തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ്ലിഹുഡ് ലാഭവിഹിത വിതരണം, കുട്ടികൾക്ക് ഗിഫ്റ്റ് വിതരണം, കുട നിർമ്മാണ ഉദ്ഘാടനം എന്നിവയും നടന്നു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് മേഖലയിൽ വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും സഹകരണ സ്ഥാപനങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും നേതൃത്വത്തിൽ ദിനാചരണം നടത്തി. വൃക്ഷത്തൈ നട്ടും വിതരണം ചെയ്തുമായിരുന്നു ദിനാചരണം നടത്തിയത്. വിശദാംശങ്ങളിലേക്ക്. ഗാർഡനേഴ്സിനെ ആദരിച്ചുകൊണ്ടും ഔഷധച്ചെടികൾ നൽകിക്കൊണ്ടും വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടും കുന്നംകുളം പ്രൊഫിൻസ് റെസിഡൻഷ്യൽ ക്യാമ്പസിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. ക്യാമ്പസിലെ ചെടികളും തോട്ടങ്ങളും പരിപാലിക്കുന്ന ഗാർഡനർ RH അലി, വാർഡൻ സതി സുരേഷ് എന്നിവരെയാണ് ആദരിച്ചത്. പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ വിദ്യാർത്ഥി പ്രതിനിധി പാർവതി ചൊല്ലിക്കൊടുത്തു. ഔഷധത്തൈ വിതരണവും നടത്തി. അധ്യാപകരായ വിബീഷ് വിജയൻ, ആൽഫിൻ ജോസ്, പ്രൊഫിൻ പോൾ, കൃഷ്ണദാസ് MC, അഖില, അനുഷ, വിദ്യാർത്ഥികളായ നെഹല M, ശ്രീഹരി KR എന്നിവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം സൗത്ത് യൂണിറ്റ് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇരിങ്ങപ്പുറം SMUP സ്കൂളിൽ പ്രഭാഷണവും ഫലവൃക്ഷത്തൈ വിതരണവും നടത്തി. വാർഡ് കൗൺസിലർ OG ബാജി ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ ജിജി പോൾ യുദ്ധവും പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികൾക്ക് ഫലവൃക്ഷത്തൈകൾ വിതരണം നടത്തി. KSSPU കുന്നംകുളം സൗത്ത് യൂണിറ്റ് പ്രസിഡന്റ് VR അബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CD ലൂസി സ്വാഗതവും യൂണിറ്റ് ട്രഷറർ TA പ്രേമരാജൻ നന്ദിയും പറഞ്ഞു. യൂണിറ്റ് സെക്രട്ടറി T രാജഗോപാൽ ആമുഖ പ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് സുധീഷ് KK, സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി സുജിത്ത് KR, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഷിനി KG, ഫ്രാൻസിസ് KO, റീത്ത പിയൂസ് എന്നിവർ സംസാരിച്ചു. ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസന പരിസ്ഥിതി കമ്മീഷൻ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ആർത്താറ്റ് അരമനയിൽ 10 റംബൂട്ടാൻ തൈ നട്ടു.
കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ്, പരിസ്ഥിതി കമ്മീഷൻ വൈസ് പ്രസിഡന്റ് ഫാദർ ഗീവർഗീസ് വിൽസൺ, സെക്രട്ടറി പോളി മാത്യു, ജോയിന്റ് സെക്രട്ടറി ഷൈസി മോഹൻ, വി.ഐ. സ്റ്റീഫൻ, കമ്മിറ്റി അംഗങ്ങളായ പി.ടി. ഐസക്, കെ.സി. പ്രിൻസ്, റോജോ സി.ജെ, ഷാജി മനന്തൻ, സി.വി. ബാബു, എഡ്വി സക്കറിയ എന്നിവർ സന്നിഹിതരായിരുന്നു. പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ വിപുലമായി ആചരിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ജിബ്ലസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങ് വാർഡ് മെമ്പർ ജിൻസി സജു ഉദ്ഘാടനം ചെയ്തു. അധ്യാപിക മെറീന ബിജു പരിസ്ഥിതി ദിന സന്ദേശം നൽകി. പി.ടി.എ വൈസ് പ്രസിഡന്റ് സോണി സക്കറിയ, എം.പി.ടി.എ വൈസ് പ്രസിഡന്റ് ഹേമ സുജിത്ത് എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ ഹരിതസഭ ചേരുകയും പരിസ്ഥിതി ദിന പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. പരിസ്ഥിതി ദിനത്തിൽ ഭൂമിക്കായി ഒരു സ്നേഹസമ്മാനം, കരുതാം കാവലാകാം, നല്ലൊരു ഭാവിക്കായി എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിനും മാലിന്യ സംസ്കരണത്തിനുമായി വിദ്യാലയത്തിൽ കമ്പോസ്റ്റ് യൂണിറ്റ് സ്ഥാപിച്ചു. മുഴുവൻ കുട്ടികൾക്കും മുന്തിരിത്തൈ, തുണിസഞ്ചി എന്നിവ വിതരണം ചെയ്തു. കുട്ടികൾക്കായി പ്രസംഗം, കവിതാലാപനം, പോസ്റ്റർ രചന തുടങ്ങി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. അധ്യാപകരായ CCKT, മരിയ റോയ്, പോൾ കെ ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഒരു ബൂത്തിൽ 10 വൃക്ഷം, 1 ലക്ഷം വൃക്ഷത്തൈകളുമായി BJPയുടെ പ്രപഞ്ച രക്ഷായജ്ഞം. കുന്നംകുളം മണ്ഡലം പോർക്കുളം പഞ്ചായത്തിൽ 60-ാം ബൂത്തിൽ തൃശൂർ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് MV ഉല്ലാസ് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മണ്ഡലം ട്രഷറർ KV വിഗീഷ്, പഞ്ചായത്ത് അധ്യക്ഷൻ MV വിനോദ് കുമാർ, ജനറൽ സെക്രട്ടറി സദാനന്ദൻ, സുധീർ പോർക്കുളം, സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പരിസ്ഥിതി ദിനാചരണത്തിന്റെ കടവല്ലൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തി. പരിസ്ഥിതി ദിനത്തിന്റെയും പഞ്ചായത്തിലെ കോട്ടോൽ അംബേദ്കർ ഉന്നതിയിൽ മമ്യൂർ LF കോളേജിലെ NSS വിദ്യാർത്ഥികൾ തയ്യാറാക്കുന്ന ഔഷധത്തോട്ടത്തിന്റെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ നിർവഹിച്ചു. കമ്മ്യൂണിറ്റി ഹാളിൽ വൈസ് പ്രസിഡന്റ് KM സലിം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നടന്ന ദിനാചരണത്തിൽ LF കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജെ ബിൻസി മുഖ്യാതിഥിയായി. പരിസ്ഥിതി പ്രവർത്തകനും കർഷക അവാർഡ് ജേതാവുമായ M ബാലാജി മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു ടീച്ചർ, പ്രഭാത് മുല്ലപ്പള്ളി, ഹസീന അഷ്റഫ്, പ്രതിപക്ഷാംഗം നിഷ അരേക്കത്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, പരിസ്ഥിതി പ്രവർത്തകൻ ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് മെമ്പർ ജിഷാർ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി രേഖ K നായർ നന്ദിയും പറഞ്ഞു. BJP തൃശൂർ ജില്ലാ നോർത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. വൃക്ഷത്തൈക്ക് അദ്ദേഹം രാധ എന്ന പേര് നൽകുകയും ചെയ്തു. തുടർന്ന് പരിസ്ഥിതി ദിന പ്രതിജ്ഞയെടുത്തു. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, പ്രധാന അധ്യാപിക ജൂലിയറ്റ് K അപ്പുക്കുട്ടൻ, പ്രിൻസിപ്പൽ M ജയശ്രീ, PTA പ്രസിഡന്റ് AV റൈനസ്, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നിവേദിത, കൌൺസിലർമാരായ ശോഭ ഹരിനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചെമ്മണ്ണൂർ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജുമാ മസ്ജിദ് പരിസരത്ത് വൃക്ഷത്തൈകൾ നടീൽ നടത്തി. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനു ശേഷം പുന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് ഖത്തീബ് അലി ദാരിമി പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിലെ വിദ്യാർത്ഥികൾ ഖബർസ്ഥാനിൽ നട്ടുപിടിപ്പിച്ച ഫലവൃക്ഷത്തൈകൾ മറ്റു വിദ്യാർത്ഥികൾക്ക് മാതൃക ആക്കാവുന്നതാണെന്ന് മഹൽ പ്രസിഡന്റ് ആർക്കൽ അബ്ദുൾ ഗഫൂർ അഭിപ്രായപ്പെട്ടു. മഹല്ല് ട്രഷറർ കോട്ടത്തയിൽ കുഞ്ഞുമുഹമ്മദ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ IP അബ്ദുൾ റസാഖ്, മറ്റ് കമ്മിറ്റി മെമ്പർമാർ, മഹല്ല് നിവാസികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മഹല്ല് സെക്രട്ടറി വലിയവളപ്പിൽ ഷഫീഖ് നന്ദിയും പറഞ്ഞു. ചൂണ്ടൽ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വായനശാല ഹാളിൽ നടന്ന ദിനാചരണം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം KA രമേശ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് P ബാലചന്ദ്രൻ അധ്യക്ഷനായി. K രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി മധു ചൂണ്ടൽ, CJ ഫ്രാൻസിസ്, സുലൈമാൻ, CL ജോസഫ്, ലൈബ്രറിയൻ ഹേമലത, പത്മിനി തുടങ്ങിയവർ നേതൃത്വം നൽകി. വൃക്ഷത്തൈ നടീലും പരിസര ശുചീകരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയും തിരുത്തിക്കാട് ഭാരതമാത LP സ്കൂളും സംയുക്തമായി നടത്തിയ ദിനാചരണം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ സെക്രട്ടറി മിഷ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേജർ KP ജോസഫ് മുഖ്യാതിഥിയായി. തുടർന്ന് ഫലവൃക്ഷത്തൈ വിതരണവും ക്വിസ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. സംഘടന സംസ്ഥാന കോർഡിനേറ്റർ ഷാജി തോമസ്, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രദീപ് ചെറുവാശ്ശേരി, നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, സംഘടന ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡെന്നിസ് മങ്ങാട്, സ്കൂൾ മാനേജർ കണിശ്ശേരി അച്യുതാനന്ദൻ, പ്രകൃതി സംരക്ഷണ സംഘം യൂത്ത് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. കുറുമാൽ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗ്രീൻ പാർക്കിൽ 326ാമത് മരം നട്ടുകൊണ്ട് CEO PP യേശുദാസ് ഉദ്ഘാടനം ചെയ്തു. സനോജ് ഗോപി, വില്യംസ് പോൾ, PK തമ്പി, സിസ്റ്റർ നീതു, സിസ്റ്റർ സോഫി, ജോസ് കുറുമാൽ എന്നിവർ നേതൃത്വം നൽകി.
മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ പൂജാപുഷ്പങ്ങളുടെ ചെടികൾ നട്ട് കണ്ണകി മാതൃസമിതി പ്രസിഡന്റ് ഗീതാ ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. ധനലക്ഷ്മി രാജഗോപാൽ, ലതാ ജയരാജ്, സംഗീത സനൽ, സൗദാ മോഹനൻ, വിജയലക്ഷ്മി രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ചൂണ്ടൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കേച്ചേരി അൽ അമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബലവൃക്ഷത്തൈ നടിയിലും സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാ ലാബിന്റെ ഉദ്ഘാടനവും നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം അനുഷ ഷാഫർ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സച്ചിൻ പ്രകാശ്, സ്കൂൾ പ്രിൻസിപ്പാൾ സുജ ഫ്രാൻസിസ്, ചൂണ്ടൽ കൃഷി ഓഫീസർ CM ഭുവന, PTA പ്രസിഡന്റ് MA അഷ്കർ എന്നിവർ സംസാരിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിയ ജോസഫ്, കൃഷി ഓഫീസർ മഞ്ജു എന്നിവർ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. ജനപ്രതിനിധികൾ, PTA അംഗങ്ങൾ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. പഴഞ്ഞി പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ മൈതാനത്ത് വൃക്ഷത്തൈ നട്ട് PTA പ്രസിഡന്റും വാർഡംഗവുമായ PM അലി ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ ലൈബ്രറി പ്രസിഡന്റ് KT ഷാജൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷാജി K ജോർജ് സ്വാഗതവും ഭരണസമിതി അംഗം ജോമോൻ K ജോസ് നന്ദിയും പറഞ്ഞു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രതിനിധികളായ K ഉദയശങ്കർ, PK രവീന്ദ്രൻ, ഭരണസമിതി അംഗം സാന്ദ്ര മരിയ KS, ലൈബ്രറിയൻ പ്രീതി ബാലകൃഷ്ണൻ, മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ, OM ഡെൻഹോ എന്നിവർ സംസാരിച്ചു. കേരള ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഫെഡറേഷൻ ചാവക്കാട് കുന്നംകുളം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരീന ഓൾഡ് ഏജ് ഹോം സന്ദർശിച്ച് അന്തേവാസികൾക്കൊപ്പം പരിസ്ഥിതി ദിനം ആചരിച്ചു. CPI തൃശൂർ ജില്ലാ കൗൺസിൽ അംഗം KT ഷാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മരീന ഹോം മേട്രൺ സിസ്റ്റർ സോനയ്ക്ക് പച്ചക്കറി തൈകളും ജൈവവളങ്ങളും കൈമാറിക്കൊണ്ടായിരുന്നു ഉദ്ഘാടനം നടന്നത്. മരീന ഹോം അങ്കണത്തിൽ ഒരു പുതിയ പച്ചക്കറിത്തോട്ടം ഒരുക്കുന്നതിനുള്ള സഹായവും കമ്മിറ്റി കൈമാറി. തുടർന്ന് ഓൾഡ് ഏജ് ഹോമിലെ അന്തേവാസികൾക്കായി സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. KGOF ജില്ലാ പ്രസിഡന്റ് സുബിൻ കൊളാടി മുഖ്യാതിഥിയായി പങ്കെടുത്തു. താലൂക്ക് പ്രസിഡന്റ് നിയാസ്, റെജിൻ, റിജിത്ത് എന്നിവരും പങ്കെടുത്തു. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്ര മൈതാനിയിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, ചാലിശ്ശേരി പോലീസ് SHO MN ബിജോയ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര സംരക്ഷണ സമിതി മുഖ്യരക്ഷാധികാരി പൂമുള്ളി നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തംഗം സജീഷ് കളത്തിൽ, സംഗീത സംവിധായകൻ ഉണ്ണി നമ്പ്യാർ, വേങ്ങാട്ടൂർമന വാസുദേവൻ നമ്പൂതിരി, കോതരമന നാരായണൻ നമ്പൂതിരി, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകരായ രവി എറവക്കാട്, സതീശൻ ഒറ്റപ്പിലാവ്, വരുൺ പ്രസാദ്, ശശി കരിപ്പാലി എന്നിവരുൾപ്പെടെ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. മരത്തംകോട് UP സ്കൂളിൽ വാർഡ് മെമ്പർ ശങ്കരനാരായണൻ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് മെമ്പറും PTA പ്രസിഡന്റുമായ അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. വിദ്യാലയത്തിലെ പ്രധാനാധ്യാപകൻ ഫാദർ സജി കുളങ്ങാട്ടിൽ സ്വാഗതം ആശംസിച്ചു. സയൻസ് ക്ലബ് കൺവീനർ സോന ജോസ്, സ്നേഹ വിൽസൺ, സ്റ്റെഫി സണ്ണി K, CM സീനത്ത്, S ലീന, ജീന ജോൺ, PB അനു, ഡെയ്സി മിൽജു, ഷമീറ P മൊയ്തുണ്ണി, ലിജിൻ P ചാക്കോ എന്നിവർ നേതൃത്വം നൽകി. മമിയൂർ LF CUP സ്കൂളിൽ വിദ്യാർത്ഥി പ്രതിനിധി മുഹമ്മദ് സഫ്വാൻ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വാർഡ് കൗൺസിലർ KC സുനിൽ സന്ദേശം നൽകി. പരിസ്ഥിതി ദിന പ്രസംഗം, ഗാനം, റാലി, വൃക്ഷത്തൈ നടീൽ, പതിപ്പ് തയ്യാറാക്കൽ, പ്ലക്കാർഡ് തയ്യാറാക്കൽ, ക്വിസ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സിമി മരിയ സ്വാഗതവും ലിയ ടീച്ചർ നന്ദിയും പറഞ്ഞു. സിസ്റ്റർ അലീന, സിസ്റ്റർ ലിജി എന്നിവർ നേതൃത്വം നൽകി. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇക്കോ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നുള്ള ആരോഗ്യ വിദഗ്ധർ കുട്ടികൾക്കായി ക്ലാസ് എടുത്തു. കമ്മ്യൂണിറ്റി മെഡിസിനിൽ പ്രഗത്ഭനായ ഡോക്ടർ ആദർശ്, സഹപ്രവർത്തകൻ ജിത്തു എന്നിവരെ പ്രധാന അധ്യാപകൻ MV രത്നകുമാർ സ്വാഗതം ചെയ്തു. ക്ലാസിൽ പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നിയന്ത്രിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും ചർച്ചകൾ ചെയ്തു. മഴക്കാല രോഗങ്ങളെക്കുറിച്ചും അവ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും വിശദമായി സംസാരിച്ചു. കുട്ടികൾക്ക് വൃക്ഷത്തൈകളും കൈമാറി. പുന്നയൂർകുളം പരൂർ പടവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുങ്ങൽ തെക്കേപ്പടവിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റും പടവ് കമ്മിറ്റി മെമ്പറുമായ ഹസൻ തളികശ്ശേരി ഫലവൃക്ഷത്തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. പരൂർ പടവ് കമ്മിറ്റി പ്രസിഡന്റ് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ അബൂബക്കർ കുന്നങ്കാട്ടയിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ നദീറ, പൊന്നാനി കോൾ സംരക്ഷണ സമിതി സെക്രട്ടറി ജയാനന്ദൻ, ഷുക്കൂർ കോറോത്തയിൽ, ജയൻ കാണങ്കോട്ട്, PK വിനോദ്, റാഫി മാലിക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥി പ്രതിനിധികളായ വൈഗാദാസ്, ഫാത്തിമ ഷെറിൻ തുടങ്ങിയവരും പങ്കെടുത്തു. VK യൂസഫ് സ്വാഗതവും പടവ് കമ്മിറ്റി സെക്രട്ടറി AT അബ്ദുൾ ജബ്ബാർ നന്ദിയും പറഞ്ഞു.
പൊന്നാനി താലൂക്ക് ടൂറിസം ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ജൂൺ 9 ചങ്ങരംകുളം ഷൈൻ ഓഡിറ്റോറിയത്തിൽ ഏകദിന ടൂറിസം വികസന സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊന്നാനിയിൽ വളർന്നുവരുന്ന ടൂറിസം മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വിവിധ ടൂറിസം പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും വികസന സാധ്യതകളും സെമിനാറിൽ ചർച്ച ചെയ്യും. ഹോം സ്റ്റേ ഉടമകൾ, ഹോട്ടൽ സംരംഭകർ, ഭക്ഷ്യവിഭവ നിർമ്മാണ രംഗത്തുള്ളവർ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്ക് വരുമാന വർധനയ്ക്ക് സഹായകരമായ വിഷയങ്ങൾക്കും പ്രത്യേക പ്രാധാന്യം നൽകും. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന ഏകദിന സെമിനാർ പൊന്നാനി MLA KP നൌഷാദ് അലി ഉദ്ഘാടനം ചെയ്യും. ടൂറിസം, കൃഷി, ആരോഗ്യം, വിപണനം തുടങ്ങിയ മേഖലകളിലെ പ്രമുഖ വിദഗ്ധർ പങ്കെടുക്കുന്ന പാനൽ ചർച്ചയും സെമിനാറിന്റെ ഭാഗമായി നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞമ്മനങ്ങാട് പഴയ കണ്ടംപുള്ളി ALP സ്കൂളിലെ പ്രവേശനോത്സവം വാർഡ് മെമ്പർ നിഷ മനോജ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് KS മനോജ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക രമാദേവി സൈബർ സുരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രദീപ് കണ്ടംപുള്ളി, സജീവ് കണ്ടംപുള്ളി, സിനി ടീച്ചർ, നാസർ മാസ്റ്റർ, ഉഷ ടീച്ചർ, പുഷ്പാകരൻ കാവേട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,000 രൂപ, പവന് 1,12,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 265 രൂപ. ചരമം പെങ്ങാമുക്ക് കരിച്ചാൽ ഊരിക്കുന്നത്ത് പരേതനായ അഹമ്മദ് മകൻ യൂസഫ് ഹാജി നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം ചമ്മന്നൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. പരേതയായ ഫാത്തിമയാണ് ഭാര്യ. ആമിന, റംല, റഹീം, റഹീന, റഹ്മത്ത്, റമീന, സൗദ എന്നിവർ മക്കളാണ്. കുന്നംകുളം പെറ്റർ എഞ്ചിൻ സ്റ്റോർ ഉടമ കുന്നംകുളം പട്ടാമ്പി റോഡ് നെപ്പൻസ് റോഡിൽ പരേതനായ കൊള്ളന്നൂർ ജോബ് മകൻ സുജോ നിര്യാതനായി. 55 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടത്തും. സൂസന്ന മാതാവും ജിൻസി ഭാര്യയുമാണ്. സ്റ്റുവർട്ട്, സാൻഡ്രിയ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്. CPM നേതാക്കൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് PMLA കോടതി. MLA AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ MP, തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവരടക്കമുള്ള മുഴുവൻ പ്രതികൾക്കും കോടതി സമൻസ് അയച്ചു. അടുത്ത മാസം 4 കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. ഓപ്പറേഷൻ തൂഫാൻ. കുന്നംകുളത്ത് തിളച്ച ചോറിൽ 400 ഗ്രാം കഞ്ചാവ് ഒളിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. അടുപ്പുട്ടി സ്വദേശി തെങ്ങിൽ വീട്ടിൽ 40 വയസ്സുള്ള ബിനീഷിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ശക്തമായ കാറ്റിൽ വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ് ഉറങ്ങിക്കിടന്നിരുന്ന യുവാവിന് ദാരുണാന്ത്യം. മണലൂർ ഗോതമ്പ് റോഡിൽ താമസിക്കുന്ന മരംമുറി തൊഴിലാളിയായ തൃപ്പണത്ത് സുബ്രന്റെ മകൻ 28 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. വരവൂർ തളി നടുവട്ടത്തെ മാംസമാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ചേലക്കര MLA UR പ്രദീപ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ പ്ലാന്റിന് അനുകൂലമായി നൽകിയ റിപ്പോർട്ടിനെതിരായാണ് പുതിയ നീക്കം. പ്ലാന്റിനെതിരെ അന്വേഷണത്തിനായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ചെയർമാനും 4 മെമ്പർമാരും ചേർന്ന് സംഘത്തെ രൂപപ്പെടുത്തി അന്വേഷണവും ആരംഭിച്ചു. മലപ്പുറം തേഞ്ഞിപ്പാലം കോഹിനൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരണമടഞ്ഞ പന്നിത്തടം സ്വദേശികളായ ദമ്പതികൾക്ക് നാട് കണ്ണീർ യാത്രാമൊഴിയേകി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെ പന്നിത്തടം ജുമാ മസ്ജിദിലാണ് ഖബറടക്കം നടത്തിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.